സ്വാമിയേ ശരണമയ്യപ്പ. ഈ മണ്ഡലകാലത്തിൽ അയ്യപ്പനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരള സമൂഹത്തിൻ്റെ നവോത്ഥാനത്തിന് നാഴികക്കല്ലായ ഒരു വലിയ വിശ്വാസമാണ് അയ്യപ്പ വിശ്വാസം. അയ്യപ്പനെ അവിടെ പ്രതിഷ്ഠിച്ചപ്പോൾ മലയാള ബ്രാഹ്മിൺസ് ആരും പൂജയ്ക്ക് തയ്യാറായില്ല. കാരണം ബ്രാഹ്മണനേക്കാൾ താഴെയാണ് ക്ഷത്രിയൻ എന്നുള്ള ധാരണ കൊണ്ടാണോ എന്നെനിക്കറിയില്ല. ഏതായാലും ആന്ധ്രാപ്രദേശിൽ നിന്ന് കണ്ടൊരു ഫാമിലിയെ ഇറക്കുമതി ചെയ്യേണ്ടി വന്നത് അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ അയ്യപ്പന് പണവും പ്രതാപവും സെറ്റപ്പും ഒക്കെ ആയപ്പോൾ മലയാള ബ്രാഹ്മിൺസിന് നിന്ന് മാത്രം അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് കേരള സർക്കാരിൻ്റെ ദേവസ്വം ബോർഡുകൾ ഗുരുവായൂർ, ചോറ്റാനിക്കര, ശബരിമല തുടങ്ങിയവയിലേക്ക് നറുക്കെടുപ്പിലൂടെയാണ് ബ്രാഹ്മിൺസിനെ തിരഞ്ഞെടുക്കുന്നത്. ഈ ആധുനിക കാലത്തും അവിടെയും വേറിട്ട കാഴ്ചകളാണ് കാണുന്നത് എന്ന് സങ്കടകരമായ ഒരു വസ്തുതയാണ്. പൂജ പഠിച്ച ഏതൊരാൾക്കും അത് സ്വീകാര്യമാകേണ്ടുന്ന കാലത്തിലാണ് നമ്മൾ വസിക്കുന്നത് എന്ന വസ്തുത മറക്കാതെ അല്ല ഇത് പറയുന്നത്. അയ്യപ്പനെന്ന് ഒരു നമ്പൂതിരിക്ക് ഒരിക്കലും പേരിട്ട് കേട്ടുകേഴ്വി പോലുമില്ല. എന്തുകൊണ്ടാണ് അയ്യപ്പൻ എന്ന് പേരിടാത്തത്? അയ്യപ്പനാവാനായിട്ട് അല്ലെങ്കിൽ അയ്യപ്പനെ കാണാനായിട്ട് പോകുന്ന എല്ലാ ഹിന്ദു വിഭാഗത്തിലുള്ള, നായർ തൊട്ട് കീഴ്പോട്ടുള്ള എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും മാലയണിഞ്ഞ് അല്ലെങ്കിൽ മുദ്രയണിഞ്ഞ് അയ്യപ്പനെ കാണാൻ പോകുമ്പോൾ പോലീസിനെയും പട്ടിയെയും പൂച്ചയെയും വരെ അയ്യപ്പ എന്ന് വിളിച്ച് സമഭാവനയോടുകൂടി വർത്തിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുള്ളത്. മറ്റ് മതങ്ങളിലേക്കുള്ള മതപരിവർത്തനത്തിന് വലിയ ഒരു പങ്ക് അയ്യപ്പൻ തടയാനായി ശ്രമിച്ചിട്ടുണ്ട്. കാരണം എന്താ? ക്ഷേത്രങ്ങളിൽ പോലും വിലക്കേർപ്പെടുത്തിയിരുന്ന ആ കാലത്ത്, ഹിന്ദു സമാജത്തിന് വിലക്കേർപ്പെടുത്തിയിരുന്ന കാലത്തും അയ്യപ്പനെ കാണുന്നതിന് തടസ്സമുണ്ടായിരുന്നില്ല. അയ്യപ്പനെ എല്ലാ മതത്തിലുള്ളവരും, വിശേഷിച്ച് ഹിന്ദുമതത്തിലെ അനവധിയായിട്ടുള്ള വിഭാഗക്കാർക്കും അയ്യപ്പനെ ദർശിക്കുന്നതിന് അയ്യപ്പനെന്ന് തന്നെ പരസ്പരം വിളിച്ചുകൊണ്ട് ഞാനും അയ്യപ്പനും ഒന്നാണ് എന്നുള്ള ആ ദർശനത്തോടു കൂടിയാണ് പോയിട്ടുള്ളത്.